ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രീകാന്തിനൊരു കൊറിയർ വരികയാണ്. ശ്രീകാന്തിനൊരു കൊറിയർ വന്നിട്ട് ചന്ദ്രോദയത്തിലേക്ക് കൊറിയർ വന്ന കൊറിയറുകാരൻ ശ്രീകാന്ത് സാറിനൊരു കൊറിയർ ഉണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ, ശ്രീകാന്തേ നിനക്കൊരു കൊറിയർ ഉണ്ട്, വേഗം വന്ന് മേടിക്കുക, ഒപ്പിട്ട് മേടിക്കുക എന്ന് പറയാണ്. ഒപ്പിട്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ രേവതി അന്തം വിട്ടൊക്കെ അപ്പോൾ രേവതിയോട് മോളെ ശ്രീകാന്തിനെ വിളിക്കുക പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുക. എന്താ മോളെ നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം, പോയി ശ്രീകാന്തിനെ വിളിക്കുക പറയണം. അപ്പോൾ രേവതി പറയണം, അച്ഛാ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം. ഓ, അവൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ, അവൻ അവിടെയാണല്ലോ അല്ലേ എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ സങ്കടത്തോടെ. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഞാൻ അവൻ ശ്രീകാന്ത് പറഞ്ഞിട്ടപ്പോൾ ഞാൻ അവൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നത്, എൻ്റെ മോൻ ഇനി വരില്ല അല്ലേ എന്നൊക്കെ വെച്ചിട്ട് ചന്ദ്രമതി കരയാണ്. അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രി സച്ചിക്ക് പാല് കൊടുന്ന് കൊടുക്കണ രേവതി. അപ്പോൾ സച്ചി പറയണത്, നീ എന്താ പതിവില്ലാത്തതൊക്കെ അല്ല, നിങ്ങൾക്കൊരു ഗ്ലാസ് പാല് കുടിക്കാൻ തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ് രേവതി. ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ സച്ചി പറയണത്, ഇതിപ്പോൾ ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, അത് ശരിയാണ്, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് അതിൻ്റെ ചർച്ചയാണ് സച്ചി രേവതിയും തമ്മിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വർഷ ഡബ്ബിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് വർഷയുടെ അമ്മ പറയണു, വർഷ നീ ഡബ്ബിങ്ങിന് പോകണ്ട പറയണം. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയണത്, നിനക്ക് ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ, നീ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്ക്, നിൻ്റെ ഈ വരുമാനം വേണം ഇവിടെ ജീവിക്കാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛനും പറയണ, മോളെ നീ പോകണ്ട, നിൻ്റെ ഈ വരുമാനം കൊണ്ട് വേണ്ടല്ലോ ഇവിടെ ജീവിക്കാന്നൊക്കെ. വർഷ പറയും, ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, ഇതെൻ്റെ പാഷനാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പോണത്, ഇതിലെന്നെ ആരും തടയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് വർഷ. എന്നിട്ട് അങ്ങനെ വർഷ പോണു. വർഷ പോയി കഴിഞ്ഞിട്ട് പിന്നെ വർഷ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്യണു. ഡയലോഗൊക്കെ പറയണ സമയത്ത് രേവതി അവിടേക്ക് കയറി വരികയാണ് വർഷേനെ കാണാൻ വേണ്ടിയിട്ട്. രേവതി അവിടേക്ക് കയറി വരുമ്പോൾ ഡബ്ബിങ്ങിൻ്റെ അവിടെ ഇരിക്കുന്ന ആളോട് പറയണു, വർഷേനെ ഒന്ന് കാണാൻ പറയുമ്പോൾ വർഷ ഡബ്ബിങ്ങിലാണ്, വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി വർഷേനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. വർഷ ഡബ്ബിങ് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ആൾ പറയണു, വർഷയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. അപ്പോൾ ആരെ ചോദിക്കുമ്പോൾ ഒരു ലേഡിയാണ്, അന്ന് വർഷ ഡബ്ബ് ചെയ്യിപ്പിച്ചില്ലേ അവരാണ് പറഞ്ഞു. അപ്പോൾ എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ രേവതി എന്ന് രേവതി പറയും. അപ്പോൾ രേവതി എന്നാണ് പേര് പറയുമ്പോൾ വർഷ അങ്ങനെ വരികയാണ് രേവതി കാണാൻ. അപ്പോൾ എന്താ ചേച്ചി ചോദിക്കുമ്പോൾ പറയും, വർഷ ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വരണം എന്ന് പറയണം. അപ്പോൾ വർഷ പറയും, ഞാൻ വരില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണ സംഭവിച്ചതല്ല രേവതി പറയണ, രേവതിനെ കള്ളിയൊക്കെ ചിത്രീകരിച്ചത് സച്ചിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സച്ചേട്ടൻ എന്തിനാ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കണം വർഷ. അപ്പോൾ രേവതി പറയണം, പരമാവധി സച്ചേട്ടനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയിപ്പിച്ചിട്ടാണ്, സച്ചേട്ടനെ കൊണ്ട് വാക്ക് ധരിപ്പിച്ചിട്ടാണ് സച്ചേട്ടനെ ഞാൻ കൊണ്ടുവന്നത്. സച്ചേട്ടൻ ഒരാളോടും മിണ്ടാതെ എല്ലാ ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കസേരയിലാണ് ഇരുന്നുണ്ടായിരുന്നത്. കുറേ പേര് പ്രകോപിപ്പിക്കാൻ വേണ്ടി സച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ സച്ചേട്ടൻ അതിലൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്കിപ്പോൾ തോന്നുന്നു, കരുതി കൂട്ടിയിട്ടാണ് ഓരോരുത്തർ സച്ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറയാണ് രേവതി. പിന്നെ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയാം, എന്നെ കള്ളിന്ന് വിളിച്ചു, അത് അച്ഛൻ മനഃപൂർവ്വം ആവില്ല ചേച്ചി, അച്ഛൻ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും വിളിക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ സച്ചേട്ടന് പറ്റും. എന്തോരം സച്ചേട്ടൻ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, വർഷയുടെ അച്ഛൻ മനസ്സിലാവാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയണേ. ലാസ്റ്റ് എന്നോട് വർഷയുടെ അച്ഛൻ പറഞ്ഞു, കക്ക നിൽക്കണ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടിക്കൂടെ എന്ന് പറഞ്ഞു. ആ സമയത്താണ് സച്ചേട്ടന് ദേഷ്യം വന്നത് എന്നൊക്കെ പറയുകയാണ് രേവതി. അത് പറയുമ്പോൾ വർഷാക്ക് ഷോക്കായിട്ട് നിൽക്കുന്നതൊക്കെ കേട്ടിട്ട് വർഷ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ വർഷാകെ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നാളത്തെ കഥ നാളെ പറയാട്ടോ. എൻ്റെ കഥ കേട്ടിട്ട് ഇഷ്ടമാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.